നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി പിണറായി സർക്കാർ വെള്ളം കുടിക്കും. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം എതിർപക്ഷത്താക്കിയ സർക്കാരിന്റെ ഡോക്ടർ ബി അശോക് നേടിയ അനുകൂല വിധി തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. IASകാരെ പിണക്കിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോവുക പ്രയാസകരമായ കാര്യമാണ്. സർക്കാരിനെ അട്ടിമറിക്കാൻ സിവിൽ സർവീസുകാർ ധാരാളം മതി. കൃഷി വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ബി അശോകിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ് IAS ലോകം. പ്രശാന്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ ബി അശോകിനെ സ്ഥലം മാറ്റിയ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ തോറ്റത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരുമാണ്. തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ ചെയർമാനായ അശോകിനെ നിയമിച്ച് IAS അസോസിയേഷൻ പ്രസിഡന്റായ അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കാനായിരുന്നു സർക്കാർ നീക്കം. ട്രൈബ്യൂണലിനെ സമീപിക്കാൻ അശോകിനെ പ്രേരിപ്പിച്ചതും ഒപ്പം നിന്നതും IASകാരാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പിണക്കിയാൽ സർക്കാർ വെള്ളം കുടിക്കുമെന്നതാണ് ശരി. ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ച സർക്കാർ ഉത്തരവാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തത്. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിക്കാണ് സ്റ്റേ. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷന്റെ എറണാകുളം ബെഞ്ചിന്റേതാണ് സ്റ്റേ. ഇതോടെ അശോകിനെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങി വരാൻ കഴിയും. ചട്ടങ്ങൾ പാലിക്കാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പദവി തനിക്ക് ഏറ്റെടുക്കാനാവില്ലെന്ന് കാണിച്ച് അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. IAS കേഡറിന് പുറത്തുള്ള പദവിയിൽ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് തന്റെ കാര്യത്തിൽ പാലിച്ചില്ലെന്നാണ് അശോകിന്റെ വാദം. ഭരണ സർവീസിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന കേഡർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്തേക്ക് മാറ്റാനാവില്ലെന്ന ചട്ടവും ലംഘിക്കപ്പെട്ടു. സ്വതന്ത്ര സ്ഥാപനമായ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷ പദം കേഡറിന് പുറത്തുള്ളതാണ്. അത് ഏറ്റെടുക്കാനാവില്ല. തദ്ദേശ വകുപ്പിൽ 4 മാസം മാത്രമേ താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ IAS ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ബി അശോക് ചൂണ്ടിക്കാട്ടി. ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ്. സിവിൽ സർവീസ് ചട്ട ഭേദഗതി പ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കമ്മീഷൻ ട്രൈബ്യൂണലായി നിയമിക്കുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വേണം. ഇതിനായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന്റെ ശുപാർശ അയക്കാം. കേന്ദ്രത്തിൽ ജോയിന്റ് സെക്രട്ടറി വരെയുള്ളവരുടെ ഫയലുകൾ പേഴ്സണൽ സഹമന്ത്രിയും അതിനു മുകളിലുള്ളവരുടെ ഫയൽ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള പ്രധാനമന്ത്രിയുമാണ് അംഗീകരിക്കേണ്ടത്. അശോകിനെ കേന്ദ്രത്തിൽ സീനിയർ അഡീഷണൽ സെക്രട്ടറി റാങ്ക് ഉള്ളതിനാൽ പ്രധാനമന്ത്രിയുടെ അനുമതിയില്ലാതെ കമ്മീഷനായി നിയമിക്കാനാകില്ലെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു. സിവിൽ സർവീസുകാരെ കേന്ദ്രത്തിനെതിരായ അന്വേഷണങ്ങൾക്കടക്കം നിയോഗിക്കാതിരിക്കാനാണ് അനുമതി വേണമെന്ന ചട്ട ഭേദഗതി കൊണ്ടുവന്നത്. ഇത് പരിഗണിക്കാതെയാണ് അശോകിന്റെ നിയമനം മന്ത്രിസഭ തീരുമാനിച്ചത്. കമ്മീഷന് ചുമതല ശുപാർശ മാത്രമാണുള്ളത്. നിലവിലെ തദ്ദേശ നിയമങ്ങൾ വികസനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിച്ച് ശുപാർശ നൽകണം. ഓഫീസിലെത്താതെ പരമാവധി സേവനങ്ങൾ ഓൺലൈനായി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ശുപാർശകൾ നൽകണം. മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമങ്ങളും ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും പരിശോധിച്ച് ഗുണകരമായ കാര്യങ്ങൾ ശുപാർശ ചെയ്യാം. മൊബൈൽ ആപ്പുകൾ, ഓഫീസ് ഡിജിറ്റലൈസേഷൻ എന്നിവയിൽ നിലവിലെ ചട്ടങ്ങൾ പരിഷ്കരിക്കാനുള്ള ശുപാർശ നൽകാം. പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഫണ്ട് ലഭ്യത കൂടി മുന്നിൽ കണ്ടുള്ള ശുപാർശകൾ നൽകാം. അന്താരാഷ്ട്ര മാതൃകകളും നിർദ്ദേശിക്കാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ജനസൗഹൃദമാക്കാനും വിഭവങ്ങൾ വർദ്ധിക്കാനുമുള്ള ശുപാർശകൾ നൽകണം. കമ്മീഷന്റെ കാലാവധി 1 വർഷമാണ്. തദ്ദേശ ഉദ്യോഗസ്ഥരെ കമ്മീഷനിലേക്ക് പുനർവിന്യസിക്കും. ചിലവ് ധനവകുപ്പ് വഹിക്കണം. വാഹനവും ഡ്രൈവറും ടൂറിസം വകുപ്പ് നൽകണം. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ കമ്മീഷൻ തലപ്പത്തേക്ക് മാറ്റിയത് IAS നടപടി ചട്ടങ്ങൾ മറികടന്നാണ്. സ്ഥാനചലനം സർക്കാർ തീരുമാനങ്ങൾ എതിർക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള താക്കീതെന്നും സൂചനയുണ്ടായിരുന്നു. സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നാണ് മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണ് തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ചുമതല ബി അശോക് ഏറ്റെടുക്കാത്തത്. ഇതിൽ പ്രധാനി ഡോക്ടർ A ജയതിലകാണ്. ധനസെക്രട്ടറിയായ ജയതിലകുമായി കോർത്താണ് പ്രശാന്ത് പുറത്താകുന്നത്. IAS ഉദ്യോഗസ്ഥർ പ്രകടമായും 2 ചേരിയിലാണ്. സർക്കാരിന്റെ എല്ലാ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരും എന്നിങ്ങനെയാണ് 2 വിഭാഗങ്ങൾ എന്നാണ് അസോസിയേഷനിൽ അടക്കം പറച്ചിൽ. സർക്കാരിനൊപ്പം നിൽക്കുന്നവർക്ക് സുപ്രധാന പദവികളെല്ലാം കിട്ടുന്നു. 6 വർഷത്തിനിടെ 2 വർഷം പദവിയിൽ തുടർന്ന IAS ഉദ്യോഗസ്ഥർ 17 പേർ മാത്രമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അശോകിന്റെ സ്ഥാനചലനവും സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണെന്ന് പറയുന്നു. ഡെപ്യൂട്ടേഷനിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെങ്കിൽ അവരുടെ അനുവാദം കൂടി വാങ്ങണം. അശോകിന്റെ അനുവാദം വാങ്ങുകയോ വകുപ്പിനെ അറിയിക്കുകയോ ചെയ്യാതെയായിരുന്നു കൃഷി വകുപ്പിൽ നിന്നുള്ള മാറ്റം. മുമ്പ് അശോകിന് ഇത് തന്നെ സംഭവിച്ചിരുന്നു. അന്ന് അശോകിനെ KSEB ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് മാറ്റിയത്. കൃഷി വകുപ്പിലേക്കായിരുന്നു അശോകിന്റെ മാറ്റം. യൂണിയനുകളുമായുള്ള തർക്കത്തിൽ അശോകിനെ നീക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നു. രാജൻ ഗോബ്രഗഡെ പുതിയ ചെയർമാനായി. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ നിയന്ത്രണം നിർവഹിച്ച ആളാണ് രാജൻ ഗോബ്രഗഡെ. മന്ത്രിസഭാ യോഗമാണ് അശോകിനെ മാറ്റാൻ തീരുമാനമെടുത്തത്. CPMന്റെ നേതൃത്വത്തിലുള്ള KSEB ഓഫീസേഴ്സ് അസോസിയേഷനുമായുള്ള വിവാദത്തിന് ശേഷം ചെയർമാനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അടുത്ത ഘട്ടത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക്
റാങ്കിൽ എത്തേണ്ടയാളാണ് അശോക്. ഇത് പരിഗണിച്ചാണ് മാറ്റണമെന്നാണ് സർക്കാർ വിശദീകരിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷം സംഭവ ബഹുലമാക്കിയത് KCB സമരമായിരുന്നു. ചെയർമാനും ഭരണാനുകൂല സംഘടനയായ KCB ഓഫീസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള തർക്കം സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ ജാസ്മിൻ ബാനുവിന്റെ സസ്പെൻഷനാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. അനുമതിയില്ലാതെ ജാസ്മിൻ ബാനു അവധിയെടുത്തെന്നായിരുന്നു ആരോപണം. ജാസ്മിനെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് KCBയിലെ ഇടത് സർവീസ് രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം കലുഷിതമായത്. എന്നാൽ സമരത്തിനിറങ്ങിയവർക്കെതിരെ പ്രതികാര നടപടി എടുത്തായിരുന്നു ബോർഡിന്റെ മറുപടി. അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെ ചെയർമാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. സമരത്തിന് മുന്നിൽ നിന്ന KCB പ്രസിഡന്റ് MG സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ സംഘടനാ സമരം കടുപ്പിച്ചു. വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അശോകിനെ സംരക്ഷിക്കുന്നെന്ന വിമർശനം ഉയർന്നു. ബോർഡുമായുള്ള പ്രശ്നം അവരുമായി തീർക്കട്ടെ എന്ന നിലപാടെടുത്തതോടെ CPM നേതൃത്വം ഉടനടി പരിഹാരം വേണമെന്ന നിർദ്ദേശം മന്ത്രിക്ക് കൊടുത്തു. അതിനുശേഷമാണ് ചർച്ചയാകാമെന്ന് മന്ത്രി നിലപാടെടുത്തത്. നീണ്ടുപോയ പ്രശ്നത്തിൽ വകുപ്പ് മന്ത്രിയുടെ നിലപാട് വ്യാപകമായി വിമർശിക്കപ്പെട്ടു. വിഷയത്തിൽ ജാസ്മിൻ ബാനു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അവധിയിൽ പോയത് മേലുദ്യോഗസ്ഥരെ അറിയിച്ചു, പകരം ചുമതല നൽകിയെന്നുമാണ് ജാസ്മിൻ കോടതിയെ അറിയിച്ചത്. സസ്പെൻഷൻ അനുചിതമെന്ന് അറിയിച്ചു. ഹൈക്കോടതി ജാസ്മിൻ ബാനുവിന് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചു. സസ്പെൻഷൻ പിൻവലിച്ച് സ്ഥലമാറ്റത്തോടെ ജാസ്മിൻ ബാനുവിനെയും സുരേഷ് കുമാറിനെയും തിരിച്ചെടുത്തെങ്കിലും സംഘടനാ സമരം പിൻവലിക്കില്ലെന്ന നിലപാടെടുത്തു. രണ്ടുപേരുടെയും സ്ഥലമാറ്റം പിൻവലിക്കാതെ ജോലിയിൽ പ്രവേശിക്കില്ലെന്നായിരുന്നു KCBയുടെ തീരുമാനം. ചെയർമാന്റെയും മാനേജ്മെന്റിന്റെയും പ്രതികാര നടപടികൾക്കെതിരെ വൈദ്യുതി ഭവന് മുന്നിൽ യൂണിയൻ അനിശ്ചിതകാല സമരം തുടങ്ങിയിരുന്നു. എന്നാൽ ആവശ്യമെങ്കിൽ കെസ്മോ പ്രയോഗിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നത് യൂണിയന് തിരിച്ചടിയായി. പിന്നാലെ വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയോടെ സ്ഥലമാറ്റം കിട്ടിയെടുത്ത് ജോലിക്ക് പ്രവേശിക്കാമെന്ന് യൂണിയൻ തീരുമാനം അറിയിച്ചു. മുൻമന്ത്രി MM മണിയും CITU നേതാവ് ആനത്തലവട്ടം ആനന്ദനും പരസ്യമായി ചെയർമാനെതിരെ തിരിഞ്ഞെങ്കിലും അശോകിനെ മാറ്റാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. IAS അസോസിയേഷനും മന്ത്രിയും അശോകിനെ പിന്തുണ ചെയ്യലും ഭരണാനുകൂല സംഘടനയുമായുള്ള തർക്കം വിമർശനത്തിനിടയാക്കി. എന്നാൽ പലതവണ യൂണിയനെ ആക്ഷേപിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിലും പ്രസംഗങ്ങളിലും അശോക് എടുത്ത നിലപാടുകൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചു ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് ഔദ്യോഗിക വാഹനം പ്രയോഗിച്ചതിനെതിരെ ചെയർമാന്റെ പോസ്റ്റുകളും വിവാദമായിരുന്നു. എന്നാൽ അന്നത്തെ അശോക് അല്ല ഇന്നത്തെ അശോക്. അദ്ദേഹത്തിന് അസോസിയേഷന് പൂർണ്ണ പിന്തുണയുണ്ട്. IASകാരെ പിണക്കിയതിന്റെ ഫലമാണ് നിയമ ഭേദഗതികൾ ഉൾപ്പെടെ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതമായത്. വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെ കൊണ്ടുവന്ന 1 ഡസനിലേറെ നിയമ ഭേദഗതികളും ഉത്തരവുകളും തീരുമാനങ്ങളുമാണ് വിവാദമായതോടെ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നത്. ഒന്നാം പിണറായി സർക്കാർ മുതലുള്ള ഈ പട്ടികയിൽ ഒടുവിലത്തേതാണ് വനം നിയമ ഭേദഗതി ഉപേക്ഷിക്കൽ. സർക്കാരിനെ വിമർശിക്കുന്നവരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പോലീസ് നിയമ ഭേദഗതി നേരത്തെ പിൻവലിച്ചിരുന്നു. സംഘടിത കുറ്റവാളികളെ വിചാരണയില്ലാതെ 6 മാസം കരുതൽ തടങ്കിലാക്കാനുള്ള കരട് നിയമവും മരവിപ്പിച്ചു. സിൽവർ ലൈനായുള്ള മഞ്ഞക്കുറ്റിയിടൽ ജനരോഷത്തിൽ പൊള്ളി പിൻവാങ്ങേണ്ടി വന്നു. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടാൻ പാസാക്കിയ ബിൽ മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് റദ്ദാക്കി. കരാർ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനവും പ്രതിഷേധം കാരണം പിൻവലിച്ചു. 2018 3 ബ്രൂവറിക്കും 2 ബ്ലെൻഡിംഗ് യൂണിറ്റുകൾക്കും അനുമതി നൽകി ഉത്തരവ് വിവാദമായതോടെ റദ്ദാക്കി. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിയുമായി ഉണ്ടാക്കിയ 5000 കോടിയുടെ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. സ്വിറ്റ്സർലാൻഡ് കമ്പനിയുമായി ചേർന്ന് ഈ ബസ്സുകൾ ഉണ്ടാക്കാനും കേരള ഓട്ടോമൊബൈൽസിന്റെ ഭൂമി നൽകാനുമുള്ള മൊബിലിറ്റി പദ്ധതിയും മരവിപ്പിച്ചു. സഹകരണ ബാങ്കുകളിൽ കോർ ബാങ്കിങ്ങിന് നൽകിയ 160 കോടിയുടെ കരാർ വിവാദമായതോടെ റദ്ദാക്കി. സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയതും പിൻവലിക്കേണ്ടി വന്നു. KSRTC സ്റ്റാൻഡുകളിൽ മദ്യശാല അനുവദിക്കുമെന്ന പ്രഖ്യാപനം പിൻവലിച്ച് തലയൂരി. കോവിഡ് വിവര ശേഖരണത്തിന് അമേരിക്കൻ കമ്പനി സ്പ്രിംഗ്ലറുമായി ഉണ്ടാക്കിയ കരാർ പുതുക്കിയില്ല. പമ്പ ത്രിവേണിയിലെ 1.28 ലക്ഷം ഘനയടി മണലും ചെളിയും നീക്കി കരാറുകാർക്ക് കൊള്ള ലാഭമുണ്ടാക്കാനുള്ള പദ്ധതിയും റദ്ദാക്കി. മഹാപ്രളയത്തിൽ ഡാമുകളിൽ അടിഞ്ഞ് 500 കോടിയുടെ മണൽ നീക്കാൻ ടെൻഡർ ഇല്ലാതെ റഷ്യൻ മലയാളിയുടെ കമ്പനിക്ക് കരാറിന് ഒരുങ്ങിയെങ്കിലും പിൻവലിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വാക്ക് കേട്ടെടുത്ത തീരുമാനങ്ങളാണ് പിൻവലിച്ചവയിൽ ഭൂരിഭാഗവും. പോലീസ് നിയമ ഭേദഗതിക്ക് പിന്നിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി വിശ്വസ് മേത്തയും DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയുമായിരുന്നു. വന നിയമ ഭേദഗതി ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിലായിരുന്നു. സ്പ്രിംഗ്ലർ മൊബിലിറ്റി പദ്ധതികൾക്ക് പിന്നിലും IASകാരായിരുന്നു. ഇത്തരം നിയമങ്ങളെല്ലാം IASകാർ സർക്കാരിന് മേൽ കെട്ടിവെച്ച ദുരന്തങ്ങളായിരുന്നു. സിവിൽ സർവീസുകാരെ പിണക്കിയാൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ഇതിന്റെ എല്ലാ ഫലം സർക്കാർ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു ശാരദ മുരളീധരനെയും ജയതിലകിനെയും ഉപയോഗിച്ച് സർക്കാരിൽ മുന്നോട്ട് പോകാനാകില്ല. IASകാരുടെ നേതാവിനെയാണ് സർക്കാർ പിണക്കിയിരിക്കുന്നത്. അധികാരം ഒഴിയാൻ പോകുന്ന ഏത് സർക്കാരിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്.